സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇവിടെ ഇപ്പോൾ നാം ആയിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയ മാതാവിൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിലാണ്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച വരെ ഞങ്ങളുടെ അമ്മ ഈ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ അമ്മ ഇവിടെ ഇല്ല. ഷീസ് നോ മോർ ഹിയർ. നമ്മിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും ഇത് ഞങ്ങളുടെ അമ്മയാണ്. നോ, ഇത് ഞങ്ങളുടെ അമ്മയല്ല. ഞങ്ങളുടെ അമ്മ വസിച്ചിരുന്ന മന്ദിരമാണ്, ഭവനമാണ്. ഞങ്ങളുടെ അമ്മ ആരോടും യാത്ര പറയാതെ ഈ വീട് വിട്ട് താൻ പോയി. ഇത് മണ്ണിൽ നിന്നും മെനഞ്ഞതായ മന്ദിരമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി ജീവന്റെ ശ്വാസം അതിലേക്ക് ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. നാം എല്ലാവരും മെനയപ്പെട്ടത് നിലത്തിലെ പൊടി കൊണ്ടാണ്. അതിലേക്ക് ജീവന്റെ ശ്വാസം ദൈവം ഊതിയപ്പോൾ മനുഷ്യനുണ്ടായി. അതൊരു തുടർ പ്രക്രിയയായി നാം ഓരോരുത്തരും ഉണ്ടായി. അങ്ങനെ നാം ഓരോരുത്തരുമായിരിക്കുന്നു. എന്നാൽ ഈ ശരീരത്തിൽ വസിക്കുന്ന നാം ഇത് വിട്ടുപോകേണ്ടവരാണ്. സഭാപ്രസംഗി 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, പൊടി മുമ്പ് ആയിരുന്നത് പോലെ അതിലേക്ക് തിരികെ ചേരും, ആത്മാവ് തന്നെ അയച്ചവനായ ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകും. ഞങ്ങളുടെ അമ്മ മറിയാമ്മ സാമുവേൽ എന്ന ഒഫീഷ്യൽ നെയിമോടുകൂടി അറിയപ്പെട്ടിരുന്ന, അടുത്ത് അറിയുന്നവർ അമ്മണി എന്ന് വിളിച്ചിരുന്ന ഞങ്ങളുടെ അമ്മ വ്യാഴാഴ്ച പൊടിയിൽ നിന്നും വേർപെട്ട് തന്നെ അയച്ചവന്റെ അടുക്കേക്ക് മടങ്ങിപ്പോയി. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ആ പൊടി മണ്ണിലേക്ക് ചേർക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. ഈ പൊടി കൊണ്ട് വിലയപ്പെട്ടതായ ശരീരത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ചില തീരുമാനങ്ങൾ എത്തേണ്ടതായുണ്ട്. ആ തീരുമാനത്തിൽ എത്തേണ്ടതിന് വേണ്ടി ദൈവം കൽപ്പിച്ചു നൽകുന്ന സമയമാണ് ആ പൊടിയിലെ വാസക്കാലം. അത് 10 വർഷമാകാം, 20 വർഷമാകാം, 50 വർഷമാകാം, 70 വർഷമാകാം. ഇറ്റ് ഡിപ്പെൻഡ്സ്. 900 വർഷങ്ങൾക്ക് അധികം ജീവിച്ചിരുന്നവർ വരെ ഉണ്ട്, പൊടിയിൽ ജീവിച്ചിരുന്നവരുണ്ട്. എത്ര കാലം നാം ആ പൊടി കൊണ്ട് വിലയപ്പെട്ടതായ മന്ദിരത്തിൽ വസിക്കുന്നു എന്നുള്ളതല്ല, വസിക്കുന്ന കാലം നാം എന്താണ് തീരുമാനിക്കുന്നത്, നാം എന്താണ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് മനുഷ്യന്റെ നിത്യജീവൻ നിശ്ചയിക്കപ്പെടുന്നത്. നിത്യജീവൻ എല്ലാവർക്കുമുണ്ട്. അത് എവിടെ ആയിരിക്കണമെന്നുള്ള തീരുമാനമെടുക്കേണ്ടത് നാം ഈ പൊടിയിൽ വസിക്കുന്ന കാലത്താണ്. 2 സ്ഥലങ്ങളാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നത്. ഒന്ന്, നിത്യമായ വേദനയുടെ നരകത്തിന്റെ അവസ്ഥ. അതല്ല എങ്കിൽ നിത്യമായ സന്തോഷത്തിന്റെ ദൈവസന്നിധിയിൽ ദൈവത്തോടൊപ്പം ഉല്ലസിക്കുന്ന അവസ്ഥ. ഈ 2 വഴികളിൽ ഏത് നാം തീരുമാനിക്കണമെന്നുള്ളതിന് ദൈവം നൽകിത്തരുന്ന സമയമാണ് ഈ പൊടിയിലെ വാസക്കാലം. ഈ പൊടിയിൽ വസിക്കുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തോ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ക്രിസ്തുയേശുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനം കേൾക്കേണ്ടതാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ന്യായാസനങ്ങളെ കണ്ടു, പുസ്തകം തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൈകയിൽ തള്ളിയിടും എന്ന് അവിടെ നാം വായിക്കുന്നു. ശരീരത്തിലിരിക്കുമ്പോൾ നാം തീരുമാനമെടുക്കണം, നമുക്ക് തീപ്പൈക വേണോ അതോ നിത്യമായി ദൈവത്തോടും ഒപ്പം വസിക്കുന്നതായ
ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന സമയമാണിത്. എന്റെ അമ്മ വസിക്കുന്ന ഈ ശരീരം ഇപ്പോൾ നാം പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. ഈ ശരീരത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ പിന്നാലെ കണ്ണ് വിടാതെ എന്റെ പിന്നാലെ ഈ ശരീരത്തിൽ വസിച്ചുകൊണ്ട് എന്റെ അമ്മ നടക്കുമായിരുന്നു. എന്നാൽ ഇന്നലെ ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ എന്റെ പിന്നാലെ വരുവാൻ ഈ ശരീരത്തിന് കഴിയില്ല. കാരണം എന്റെ അമ്മ ഇതിലില്ല. ഇത് പൊടി മാത്രമാണ് അവശേഷിക്കുന്നത്. എന്റെ പിന്നാലെ ഞാൻ വീടിന്റെ അപ്പുറത്ത് പോകുമ്പോഴും ഇപ്പുറത്ത് പോകുമ്പോഴും വരുവാൻ എന്റെ അമ്മയ്ക്ക് കഴിയുകയില്ല. ഇന്നിവിടെ ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന ഒരു വചനവും കേൾക്കുവാനോ ഗ്രഹിക്കുവാനോ എന്റെ അമ്മയ്ക്ക് കഴിയുകയില്ല. ഒരു ഓർത്തഡോക്സ് വിശ്വാസത്തിൽ വളർത്തപ്പെട്ട എന്റെ അമ്മ മാർത്തോമാ സഭ വിശ്വാസത്തിലേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുവന്ന് ഞങ്ങളുടെ ബാല്യകാലത്ത് എന്റെ അമ്മ ഓർത്തഡോക്സ് സഭാ വിശ്വാസങ്ങളുടെ പല കാര്യങ്ങളെയും ഞങ്ങളെ പഠിപ്പിക്കുകയും കേൾപ്പിക്കുകയും ഒക്കെ ചെയ്തു പോന്നു. ക്രമേണ എന്റെ അമ്മ അതിൽ നിന്നും പരിവർത്തനമുണ്ടായി. മാർത്തോമാ സഭയുടെ കാര്യങ്ങളെ കുറിച്ച് താൻ ഗ്രഹിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ വളർന്നു വന്നപ്പോൾ ഓർത്തഡോക്സിന്റേതായ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കേൾക്കുവാൻ പിന്നീട് കഴിഞ്ഞില്ല. ഞങ്ങളുടെ അമ്മയുടെ ആ ശിക്ഷണത്തിന്റെ പ്രായം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തനിയെ പഠിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കുവാനും തുടങ്ങിയപ്പോൾ തിരുവചനത്തിലെ സത്യങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കൾ പഠിച്ചതിനേക്കാളും ഗ്രഹിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചു. ആയതിനാൽ ക്രിസ്തുയേശുവിനാൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യജീവൻ അവകാശമേൽക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള ആ തീരുമാനത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിച്ചു. ഞങ്ങളുടെ പ്രിയ മാതാവ് ഓർത്തഡോക്സ് സഭാ വിശ്വാസത്തിലെ ആചാരങ്ങളിൽ നിന്ന് മാർത്തോമാ സഭാ വിശ്വാസത്തിന്റെ ആചാരങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ നിന്നും പിന്നെയും കുറച്ചുകൂടി മുന്നോട്ട് പോകുവാനും വചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിക്കുവാനും തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചതിനാൽ ഞങ്ങളുടെ പ്രിയ മാതാവിന് അതിന്റെയും ചില പടികളെ കടന്ന് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഞങ്ങൾ കർത്താവ് സഹായിച്ചു. താൻ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം പാർത്തുകൊണ്ട് തിരുവചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയും സഹായിച്ചു. ഡൽഹിയിലായിരിക്കുമ്പോൾ താൻ ഞങ്ങളോടൊപ്പം വസിക്കുമ്പോൾ തനിക്ക് ദൈവത്തിന്റെ വചനങ്ങൾ നിരന്തരം കുറെ കൂടി ശ്രമിക്കുവാൻ കഴിഞ്ഞു. താൻ ക്രിസ്തുയേശുവിനെ തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ രക്ഷകനായി കൈക്കൊള്ളുവാൻ തക്കവണ്ണമിടയായി. എന്നാൽ കഴിഞ്ഞ ചില നാളുകൾ തനിക്ക് ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയുള്ളതായ പെരുമാറ്റ രീതികളായിരുന്നു ഉണ്ടായിരുന്നത്. തനിക്ക് ഒന്നിനെ കുറിച്ചും കാര്യമായി തിരിച്ചറിവില്ലാത്ത ചില കാലഘട്ടങ്ങൾ കൂടി താൻ കഴിഞ്ഞ ചില നാളുകളായി കടന്നുപോയി. തനിക്ക് പഴയ കുറെ കാര്യങ്ങൾ മാത്രം ഓർമ്മയുള്ള ഒരു അവസ്ഥയിലായിരുന്നു താൻ ആയിരുന്നത്. എന്നാൽ താൻ ആരോഗ്യത്തോടെ ആയിരുന്നതിനാൽ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു വിധത്തിലും കിടന്ന് യാതന അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടായില്ല. താൻ ഭാഗ്യവതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പിതാവ് താൻ ഭാഗ്യവാനായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവരാരും കിടന്ന് വേദന അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലെത്തിയില്ല. തങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ ആ ശരീരം വിട്ട് തങ്ങൾ മാറുവാൻ തക്കൊണ്ടുവരികയായിത്തീരുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സമയം, ഈ പ്രസംഗങ്ങൾ, ഇവിടെ കേൾക്കുന്ന സകലവിധമായ വചനങ്ങളും നമുക്ക് തീരുമാനമെടുക്കുവാനുള്ളതാണ്. നാം തീരുമാനത്തിലെത്തണം. നമുക്ക് ക്രിസ്തുയേശുവിനോടൊപ്പം വസിക്കണോ അതോ നരകത്തിലേക്ക് തള്ളിയിടപ്പെടുന്ന അനുഭവം പ്രാപിക്കണമോ എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലായ വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തത അവിടെ എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയിട്ട് നിങ്ങൾക്ക് സ്ഥലമൊരുക്കും. ഒരുക്കിയ ശേഷം വീണ്ടും മടങ്ങി വരും. മടങ്ങി വന്നിട്ട് ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ഞങ്ങളുടെ മാവൻ ഈ വചനം ഇവിടെ മുമ്പ് തിരിച്ചു പറഞ്ഞു. നമുക്ക് വെളിയിൽ ഏതെങ്കിലും ഒരു ഗസ്റ്റ് ഹൗസ് തരാമെന്നല്ല കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. നമ്മള് പുറമേയുള്ള എവിടെയെങ്കിലും വീഴ്ത്താമെന്ന് യേശു ക്രിസ്തു പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തു തന്നോടൊപ്പമായിരിക്കുവാൻ വേണ്ടിയാണ് നമ്മെ വിളിക്കുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തു താൻ ആയിരിക്കുന്നിടത്ത് തന്നോടൊപ്പമായിരിക്കുവാൻ ഇതുപോലെ ഒരാളും വാഗ്ദത്തം ചെയ്തിട്ടില്ല.
ഹല്ലേലൂയ. ഇത്തരം ഒരു വാഗ്ദത്തമാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയത്. ഈ പ്രത്യാശയിൽ നിന്ന് നാം ജീവിക്കുവാൻ ഇടയായിത്തീരണം. യേശു ക്രിസ്തു ഇനിയും വരുവാൻ സമയമായി. വരുന്നതിന് മുൻപ് നാം ഈ ശരീരം വിട്ട് വേർപെടുകയാണെങ്കിൽ അത് ക്രിസ്തുവിനോടൊപ്പമായിരിക്കണം. കർത്താവ് വരുമ്പോൾ നാം ഈ ശരീരത്തിൽ വസിക്കുന്നുവെങ്കിൽ ഈ ശരീരം വിട്ട് രൂപാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാഹളം ധരിക്കുന്നത് കേട്ടുകൊണ്ട് എടുക്കപ്പെടുന്ന അനുഭവം പ്രാപിപ്പാൻ വഴിയായിത്തീരണം. ഹല്ലേലൂയ. ഈ മൺമയമായ ശരീരം വിട്ട് വിൺമയമായ ശരീരം പ്രാപിക്കുന്ന ഒരവസ്ഥയുണ്ട് മനുഷ്യനെ സംബന്ധിച്ച്. അത് ക്രിസ്തുവിനോടൊപ്പമായിരിക്കാൻ വഴിയായിത്തീരണം. ഹല്ലേലൂയ. നമുക്ക് തീരുമാനമെടുക്കണം. ദാനിയേലിനോട് ദൈവം പറയുകയാണ്, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും എന്ന് നാം മലയാളം ബൈബിൾ വായിക്കുന്നു. എന്നാൽ മലയാള ബൈബിളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് മറ്റു ഭാഷകളിൽ നാം കാണുന്നത്. നിന്റെ നിജഭാഗത്ത് നീ നിൽക്കുമെന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനത്ത് നീ നിൽക്കുമെന്നാണ് ഹിന്ദി വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നാം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഓഹരി ഭാവിക്കാൻ എഴുന്നേറ്റ് വരുമെന്നല്ല അവിടെ കാണുന്നത്. നമുക്ക് വേണ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭാഗത്ത് നമ്മൾ നിൽക്കും എന്നാണ് അവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മനസ്സിലാക്കി ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് അവന്റെ ചുവടുകളിൽ പിന്തുടരുവാൻ നമ്മെ സഹായിക്കട്ടെ. നാം പ്രാപിക്കുന്നത് തീയും ഗന്ധവും തട്ടുന്ന തീപ്പൊയ്കയല്ല, നിത്യമായി കർത്താവിനോടൊപ്പം വസിക്കുന്ന അനുഭവമാകട്ടെ, നിത്യ സന്തോഷമാകട്ടെ, നിത്യ ഉല്ലാസമാകട്ടെ. ജയാളികളായി ജീവിക്കാൻ സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടി ഇരുന്നത് പോലെ. ഹല്ലേലൂയ. യേശു ക്രിസ്തു തന്നിൽ നിക്ഷിപ്തമായിരുന്ന ദൗത്യങ്ങളെ പൂർത്തീകരിച്ച് തന്റെ പിതാവായ ഏക സത്യ ദൈവമായ പിതാവിന്റെ ഒപ്പം ഇരുന്നത് പോലെ ക്രിസ്തു യേശുവിനോടൊപ്പം ഇരിപ്പാൻ നമുക്കും വരം ലഭിക്കും. അത് പ്രാപിക്കാനുള്ള ഓട്ടത്തിനായി ഈ ശരീരത്തിലെ വാസം നമുക്കിടയാക്കട്ടെ. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളുടെ പ്രിയ മാതാവിന്റെ വേർപാടിനുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ഭംഗത്തിൽ വരികയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. നിത്യത പ്രാപിപ്പാൻ അത് കർത്താവിനോട് ആയിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കും.